മസാല ഒരു രക്ഷയില്ലാത്ത മസാല. മസാല സൂപ്പർ മസാല. സൂപ്പർ. എന്താ ഇവിടെ വെച്ചോ. അയ്യ ചേച്ചി, എന്താ മീനാ? നമുക്ക് നോക്കാറുള്ള വലിയ മീൻ കണ്ട് വാങ്ങിച്ചു. അടിപൊളി സുന്ദരി മീനാണല്ലോ. എന്നെ പോലെ അല്ലേ? അയ്യോ, ഞാൻ മേടിക്കാൻ പോണോണ്ടാ. പക്ഷെ ഇന്ന് കൊള്ളാം കേട്ടോ, ഹെയർ സ്റ്റൈലൊക്കെ കൊള്ളാം. ആണോ? ചേച്ചി കാണാൻ ഇന്ന് കൊള്ളാം. കാണാനും കൊള്ളാവാ. ആ, ഇത്രയും നാളും കൊള്ളൂലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സാരിയുടെ കളർ നന്നായിട്ട് ചേരുന്നുണ്ട്. അയ്യോ, നല്ല ഭംഗി മീനാ കാണാൻ. നല്ല രസമുണ്ടല്ലേ? നല്ല രസം. പക്ഷെ പേര് എനിക്ക് അറിഞ്ഞല്ലോ. നീ അതിന്റെ സൗന്ദര്യം കണ്ട് മേടിച്ചതാണോ? അയ്യോടാ, കഴിക്കാൻ എന്തെങ്കിലും കാണോ അത് മുള്ളായിരിക്കോ? മുള്ളൊന്നും ആയിരിക്കില്ല, മാംസം ഉണ്ടല്ലോ. മാംസമുണ്ട്. ചുണ്ടൊക്കെ ക്യൂട്ട്. എന്ത് ചെയ്യണം? പൊരിക്കോ? ഇല്ലല്ലോ. ഒരി പാടാ മുറിക്കാൻ. നീ ഒരു കാര്യം ചെയ്യും, അടുപ്പ് കത്തിച്ചു വെച്ചോ. എനിക്ക് നോക്കിയതേ ചുട്ട് ചുട്ട് കറിയല്ല, ചുട്ട് പൊള്ളിക്കാം. അപ്പൊ നീ എനിക്ക് അടുപ്പ് കത്തിക്കണം. വേറെ ബാക്കിയെല്ലാം തൊലിയുരിക്കൊന്നും വേണ്ട. സവാള തൊലി ഉരിക്കണ്ടേ? ചുടാനല്ലേ പോണേ? തൊലി ഉരിച്ചിട്ട് ആരെങ്കിലും ചുടോ? പിന്നെ നീ എന്താ ചുടാൻ പോണേ? ഇത് അയ്യോ, പോ 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 പോ, അടുപ്പ് കത്തിക്ക് പോ. ഓക്കെ. കത്തിച്ചാമാളു. കത്തി വരുന്നുണ്ട്. ഇത് ഇടാൻ വേണ്ടിട്ടാണോ കത്തിക്കാൻ പറഞ്ഞോ? പിന്നല്ലാണ്ട്. എനിക്ക് പിന്നെ പറഞ്ഞ ഞാൻ ഇടൂലേ. എന്നെ കത്ത് പിടിക്കണ്ട ആദ്യം. നീ കത്തി പിടിച്ചതറിയാൻ വേണ്ടിട്ടാണ് വന്നേ. പണച്ചല്ല, സമാധാനായില്ലേ? ആ, തണഞ്ഞോളൂ. എനിക്കിത് ചുട്ടാ കിട്ടേണ്ടത്, കത്തിക്കിട്ടണ്ട, ചുട്ടി കിട്ടണം. മനസ്സിലായോ? ഇഞ്ചിയും ചുടുവോ? കഴുകി എടുക്കോ? തൊലിയുരിച്ചെടുക്കൂ. ഓ, 2-3 ഉള്ളിയും കൂടെ കിടക്കട്ടെ. മുളക് പിന്നെ ചുട, അവസാനം ചുട. അല്ലെങ്കിൽ ചിലപ്പോഴേ തുമ്മിച്ചാവേണ്ടി വരും. ഞാൻ തൊടൂലേ മുളക്. അന്നത്തോടുകൂടി പാടത്തോടുകൂടി ഞാൻ പഠിച്ച്. അവിടെ കിടന്ന് ഉണ്ടായിക്കോളും. മുളക് പിന്നീടാം. ബാ, നമുക്ക് സ്നാക്സ് കഴിക്കാം. ഓക്കെ. ഓ, പിങ്ക്. പക്ഷെ പിങ്ക് അല്ലല്ലോ, വൈറ്റ് അല്ലേ? കൊള്ളാം. മധുരം വലുതായിട്ടില്ല, എന്നാലും കൊള്ളാം.
നല്ല ടേസ്റ്റ്. വേണ്ടേ? ഞാനൊരു കാര്യം പറയട്ടെ. ഇതിലിപ്പോ എന്താ സംഭവിച്ചതെന്നറിയോ? എരിവ് കൂടിപ്പോയി, ഫ്ലേവർ കുറഞ്ഞുപോയി. അതായത് ഉപ്പും കുറഞ്ഞു, പഞ്ചസാരയും കുറഞ്ഞു, എരിവ് കൂടിയും പോയി. ഞാനന്ന് എത്ര കുറവെടുത്തിങ്ങനെ നോക്കി കണ്ട. ആദ്യമായിട്ട് ഇത്രയും കുറവെടുത്തോണ്ടെന്ന് അങ്ങനെ. ഭയങ്കര എരിവുള്ള മുളക് പൊടിയല്ലേ? മണ്ടേ കയറി മുളക് തേച്ച് കഴിക്കുമ്പോ നല്ല, അത് മുക്കി കഴിക്കുമ്പോഴാണ് കുഴപ്പം. കൊള്ളാം. കൊള്ളാം. പക്ഷെ ചൂടത്ത് ഫ്രൂട്ട്സ് കഴിക്കാനല്ലേ? ഈ ഭാഗം കഴിക്കാൻ കൊള്ളാം. നടുക്കത്തെയാ? എനിക്ക് സൈഡാ ഇഷ്ടം. അമ്മ ഇല്ലാത്തോണ്ട് രസമില്ല. അത് ഇപ്പഴെപ്പ വഴക്ക് കിട്ടിയാനെ ഇതിന് തന്നെ. തൊട്ടുപോലും നോക്കൂല. അതെടുത്തിടാൻ പോണോ? ചുടുമ്പോ എല്ലാം കൂടി ചുടണ്ടേ? നേരത്തെ ഇടാത്തത് നേരത്തെ ഇടാത്തതാ. നേരത്തെ ഇടാകുമ്പോ തക്കാളിയൊക്കെ ചുട്ട് ഭയങ്കരമായിട്ട് ചുട്ടുപോകും. നമുക്ക് ഒരു ഇടത്തരം ചുടലും മതി. ഇത് ചുടണ്ടേ? ഏത്? അത് ചുട്ട്. ഇനി മുളക് ചുടണം. അപ്പൊ ഞാൻ ഓടും. നീ പോയിട്ടേ ഇത് വറുത്ത് കോരാനുള്ള ഒരു പാത്രവും സ്പൂണും ഒക്കെ എടുത്തുണ്ടോ? മതിയാ? ഒരെണ്ണം കൂടെ എടുത്തുണ്ടോ? എന്താണ് നീ പറയണ? ഓട്ടക്കാരണ്ടിയാ? ഓട്ടക്കൈലി? ഞാനല്ല, ചേച്ചിയാണ് പറഞ്ഞ. കണ്ണാപ്പ. കണ്ണാപ്പ. കുഴപ്പമില്ലല്ലോ. എന്ത് മുളക് ചൂടുന്ന മണം? മണം വരുന്നില്ല. ചുട്ട് തുടങ്ങിയില്ലാന്ന് തോന്നണം. ഉള്ളിലോട്ട് ഇട്ട് നോക്ക്. ഉള്ളിലോട്ട് വിട്ട് കഴിഞ്ഞാൽ എടുക്കാൻ പാടായിരിക്കും. ആ ചട്ടി പൊക്കാൻ എടുക്കാൻ പറ്റൂലേ? ബുദ്ധിയില്ല. ചട്ടി നമ്മളിപ്പോ പൊക്കൂലല്ലോ, ഇത് വറുത്ത് തീരണ്ടേ? കൊറേ ഉണ്ടാ? എന്താ ഉദ്ദേശിക്കണേ? തക്കാളി ഉള്ളി തള്ളിയിട്ടു ഉന്തിയിട്ടു എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉള്ളി ഉള്ളിലോട്ട് തള്ളിയിട്ടു. നീ എന്നെന്താ മലയാളം പഠിപ്പിക്കാൻ വന്നേക്കണ? ഞാൻ കേട്ടത് തെറ്റായി പോയതല്ലേ. അപ്പുറത്ത് നിക്കണയാണ് സേഫ് എന്ന് തോന്നുന്നു. എനിക്കൊരു കുഴപ്പമില്ലല്ലോ മണത്തിന്. അല്ല, പുക. ഇത് പക്ക ഇങ്ങനെ കിട്ടണം മാളു. അത് ഞാൻ എടുത്തോണ്ട. തക്കാളി ഇനി കൂടെ തിരിച്ചു പോരുമോ എന്തോ. ചുട്ട് കഴിഞ്ഞിട്ട് തീ കൂട്ടാല്ലേ? തീ കൂട്ടാനാ? അല്ല, ചുട്ട് കഴിഞ്ഞിട്ട് തീ കൂട്ടാംന്ന്. ഇപ്പൊ തീ കൂട്ടണ്ട, ഇപ്പൊ ഈ കനലിരുന്നാവട്ടെ. സർപ്രൈസ്! ഞാൻ വന്നു. നീ സർപ്രൈസ് ആക്കാനാണോ ഉദ്ദേശിച്ചേ? അതെ. പക്ഷെ ഞങ്ങള് സർപ്രൈസ് ആയില്ല. നിന്റെ അമ്മ വിളിച്ചു പറഞ്ഞു നീ വന്നു കഴിഞ്ഞാ ഉടനെ വിളിച്ചു പറയണേന്ന് പറഞ്ഞു. എല്ലാ സർപ്രൈസ്. ഇവിടെ എന്താ ഇന്ന് സ്പെഷ്യല്? ഇവിടെ സ്പെഷ്യലി ഇതാണ്. എന്ത് തോന്നുന്നു?
കൊള്ളാവോ? കണ്ടിട്ട് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് മേക്കപ്പ് ചെയ്യണം. ആണോ? ആ ഈ മീനിന്റെ പേരെന്തുവാ? ഈ മീന്റെ പേരെന്താ മാളു? പ്ലാഞ്ചി. പ്ലാച്ചി. പ്ലാച്ചി. പ്ലാഞ്ചി. അപ്പൊ നമ്മളിന്ന് പ്ലാച്ചീനെ തിന്നാണല്ലേ? സത്യം പറഞ്ഞ ഈ പ്ലാഞ്ചിയാണോ പ്ലാച്ചിയാണോ എന്നുള്ളത് അറിയാം. ഒരു പ്ലായ് ഉണ്ട്, ലാസ്റ്റ് ചീ ഉണ്ട്. എന്താ നോക്കട്ടെ, അത് പ്ലാച്ചി ആണെങ്കിലും പ്ലാഞ്ചി ആണെങ്കിലും പ്ലാച്ചി കൊള്ളാം, പ്ലാഞ്ചി പോരാ. എന്താണെങ്കിലും നീ കഴിക്കണം. കഴിച്ചാ പോലെ. ഞാൻ ഇവിടെ നിന്ന് കഴിച്ച് വണ്ണമൊക്കെ വെച്ചിട്ട് വേണം പോവാൻ. കൊറേ നാളുകൊണ്ട് ഒരാൾ ഇവിടെ നിപ്പുണ്ട്, വണ്ണമൊന്നും വെക്കൊന്നുമില്ല. ആരെ? മാളല്ലേ? ഞാൻ വേണമെങ്കിൽ തുപ്പി കാണിച്ചേ. ഞാൻ ഫിറ്റ്നസ് നോക്കുന്ന കുട്ടിയാണ്. കളർ ആണോ? ഇത് കണ്ടിട്ട് ഡയറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അല്ല, കഴിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല. അതാണ് അവള് കഴിക്കണ മൊത്തം പ്രാക്ടീസ് ചെയ്ത് പോകുന്നതല്ലേ. അതില് കൂടി ഇവിടെ കാണാനില്ലേ? ഇല്ല. കണ്ട് പഠിക്കും ആളു. ഞാൻ നേരം നോക്കി ആള് എന്നെ ഭീഷണിപ്പെടുത്ത. ചേച്ചി ഡയറ്റ് അല്ലേ, ചേച്ചി ഡയറ്റ് അല്ലേ എന്നോട്. നല്ലതല്ലേ പറയണ? ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് വരെ ഡയറ്റ് എടുത്തിട്ടില്ല. എന്നെ കൊണ്ട് പറ്റൂല. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയല്ലേ ഡയറ്റ് ഒക്കെ എടുക്കുന്നേ? പക്ഷെ എക്സസൈസ് ചെയ്തൂടെ? എക്സസൈസ് ഒക്കെ ആവാം. എന്താ എക്സസൈസ് ചെയ്യാറില്ലേ? എനിക്ക് റെസ്റ്റ് വേണം എപ്പോഴും. കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ആ പാവത്തിന് റെസ്റ്റ് വേണ്ടേ? പക്ഷെ ബോഡി ശ്രദ്ധിക്കണ്ടേ? ഞാൻ ഹെൽത്ത് ശ്രദ്ധിക്കണ്ടേ നമ്മള്? അല്ലേ? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഞാൻ. ബോഡി ശ്രദ്ധിക്കണം. നമ്മൾ ഓയിലി ഫാറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നീ ശ്രദ്ധിച്ചോ? ഇന്ന് മാളുവിന്റെ കൂടെ എനിക്ക് അല്ലേ കുറച്ച് ഓയിലി ഫാറ്റ് ഒക്കെ ശ്രദ്ധിക്കണം. അതെ. അപ്പൊ മാളുവിന്റെ വക എനിക്കാണ്. ശ്രദ്ധിച്ചോട്ടാ. അവൾ ഉദ്ദേശിച്ച മനസ്സിലായില്ലേ? എന്റെ ഫുഡും കൂടി അവക്കാണെന്നാണ് അവൾ ഉദ്ദേശിച്ചത്. ഓ, അങ്ങനെയാണോ? ആരോടാ നീ പറഞ്ഞേ ഇതൊക്കെ? ഇതിവിടെ കത്തൂല. ട്യൂബ് ലൈറ്റ് ആണോ? ട്യൂബ് ലൈറ്റും അല്ല, ഇത് ഫ്യൂസ് ആയി പോയ ലൈറ്റ് ആണ്. കത്തൂല. ചിലപ്പോ ചേച്ചി തന്നെ നമ്മൾ കളിയാക്കും കേട്ടോ. അപ്പൊ ചേച്ചി അങ്ങനെയായിരുന്നല്ലേ? ഇങ്ങനെ പറഞ്ഞേക്ക്. ഞങ്ങളൊക്കെ പണ്ടൊക്കെ സ്കൂളിൽ പോണത് പഠിക്കാൻ വേണ്ടിട്ടായിരുന്നു, അല്ലാണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ കളിയാക്കി അത് കൗണ്ടർ അടിക്കാനൊന്നും ആയിരുന്നില്ല. അത് കാരണം ഞാൻ സ്കൂളിൽ പോവും, പഠിക്കും, തിരിച്ചു വരും. നല്ല കുട്ടിയാണ് മാളുവിനെ പോലെ എല്ലാം ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് ഈ കൗണ്ടർ ഒക്കെ കിട്ടിയ എനിക്ക് ഇവിടെ നിന്നാണ്. ആണല്ലേ? അവിടുന്ന് അല്ല, അമ്മായിയുടെ അടുത്ത്. അല്ല അമ്മായിയുടെ അടുത്ത്. അമ്മയുടെ കൗണ്ടർ അല്ലോ, ചളി പാവട ബാഗ് നോക്കി നിക്കണ്. അപ്പൊ ഞാൻ പോയി ബാഗ് അകത്ത് വെക്ക്. എന്നിട്ട് മാളു ഒരു കാര്യം ചെയ്യും, ഞാനത് അരച്ചിട്ട് ആക്കി വെച്ചിട്ട് ഞാൻ വരാം. നിങ്ങൾ സ്നാക്സിന് അങ്ങോട്ട് വെക്കോ. ഓക്കെ. അപ്പൊ ഇന്ന് സ്നാക്സ് എന്റെ വക. സ്നാക്സും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി. ഓക്കെ. വെൽക്കം ടു മൈ ഹോം. സോണ, നീ അമ്മയെ വിളിച്ച് പറയട്ടെ വന്നു എന്നുള്ളത്. നാഷണൽ സ്കൂൾ ഗെയിംസിൽ ഫസ്റ്റ് കിട്ടിയതില് മാളുവിന് എന്റെ വക ഒരു ട്രീറ്റ്. കണ്ടു പഠിക്ക്. എന്തിന് ട്രീറ്റ് തന്നേനോ? വീട്ടിലിരിക്കുന്ന ആൾക്ക് ഞാൻ എന്തിനു ട്രീറ്റ് തന്നെ? ഞാൻ എന്നും നിനക്ക് ട്രീറ്റ് അല്ലേ തന്നോണ്ടിരിക്കണേ? അതെ അതെ. എന്നും സരിതേച്ച് വെക്കുന്ന ഫുഡ് കഴിക്കാൻ കിട്ടുന്നില്ലേ? അതെ അതെ. കണ്ട അത് അവക്കത് സ്പെഷ്യൽ ആയിട്ട് തോന്നും. എനിക്ക് വലിയ പ്രഷ്യസ് ആണല്ലോ, എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ എന്നെ പൊക്കിയതാണോ അതോ താത്തിയതാണോ? ചേച്ചിക്ക് ഇഷ്ടത്തിൽ ചേച്ചി എടുത്തോ. നമുക്കിതൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ല സത്യമായിട്ട്. എന്നെ പൊക്കിയതാണോ താത്തിയതാണോ? പൊക്കിയതാ. ചേച്ചിയുടെ ഫുഡ് ഞാൻ കുറ്റം പറയോ? കിട്ടില്ലല്ലേ? എന്നൊക്കെ ശരി, കട്ട് ചെയ്തോ. എന്താ പറയണ്ടേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല, നിനക്ക് ഇഷ്ടമുള്ളത് നീ പറ. ഞാൻ കട്ട് ചെയ്യാൻ പോയി, രണ്ടാമത്തെ തൊട്ട ചിലപ്പോ കട്ട് ചെയ്യാൻ പോണ. നീ തൊട്ടാ മൂന്ന് തൊട്. കട്ട്. ഇങ്ങനെ കുറച്ചാ മതിയാ? കുത്തി കീറോ? അതിന് നശിപ്പിക്കോ? സോണയാണ് കൊണ്ടുവന്നത്. ഞാനും കഴിച്ചോ? നല്ല ടേസ്റ്റ് ഉള്ള നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. നല്ല കേക്ക്. സൂപ്പർ. കട്ട് ചെയ്താ എന്തായാലും മാള് മേടിച്ചോണ്ട് വരണ പോലത്തെ സാധനങ്ങളല്ല നീ മേടിച്ചത്. ഇതേപോലത്തെ ഇതേ സാധനം തന്നെ മാളോട് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞാ നമുക്ക് വായിൽ വെച്ചു കൊടുക്കാൻ പറ്റും. ഒന്നും കൊള്ളൂല. അപൂർവോ? ഈ മീൻ ഇന്നത്തെ മീൻ ആരാ മേടിച്ചിട്ട് വന്നേ? മീൻ ഒരു സുന്ദരി മീനായി പോയതുകൊണ്ട് ബാക്കി ഒരു കാര്യം ഹൽവ മേടിച്ചു തന്നിട്ടില്ലേ? ഞാൻ സ്നാക്സിന്റെ കാര്യം പറഞ്ഞത്.
ചേച്ചി ഇപ്പൊ വെറൈറ്റി ഫുഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ കടയിൽ പോകുമ്പോ ആ ഫുഡ് മേടിക്കത്തില്ലേ, കൊള്ളൂലെന്ന് ഞാൻ അറിഞ്ഞില്ലേ. എല്ലാം കൊള്ളാന്നുള്ള നമ്മൾ മേടിച്ച് എങ്ങനെ കൊള്ളൂലാത്ത അറിയാൻ പറ്റുമല്ലേ? അതെ അതെ അതെ. അതെ. അമ്മായി എപ്പോഴാ വരിക? അമ്മായിയുടെ വീട്ടിൽ പോയിരിക്കല്ലേ, വെക്കേഷൻ അല്ലേടാ. അമ്മായിയുടെ മക്കളുടെ വെക്കേഷനൊക്കെ നിങ്ങളോടൊപ്പം ഇത്തിരി അടിച്ചു പൊളിക്കാനായിട്ട് വന്ന എന്റെ സരിതേച്ചി ഉണ്ടാക്കി തരുന്ന നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. ചേച്ചിക്കാണ് ഞാൻ എടുക്കണേ. സോന എടുത്തോ? എടുക്കടാ. അമ്മായിനെ ഇനി ഉടനെ ഒന്നും പ്രതീക്ഷിക്കണ്ട. അവിടെയും പിള്ളേർക്ക് വെക്കേഷൻ അല്ലേ, സൈഡ് വെച്ച് കട്ട് ചെയ്യും. അത് കൺഫ്യൂഷൻ. നല്ല മൂർച്ചയുള്ള കത്തിയ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ. നീ ചോദിച്ചത് അമ്മായിയുടെ കാര്യല്ലേ, എന്നെ കൊണ്ട് അത് പറയിപ്പിച്ചില്ല രണ്ടും കൂടെ. അമ്മായി വെക്കേഷൻ അവിടെ പിള്ളേരുള്ളതല്ലേ, അപ്പൊ പിള്ളേരുടെ വെക്കേഷൻ കഴിയുമ്പോഴാണ് ഇനി അമ്മായി ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉള്ളൂ. നല്ല കടൽ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കേക്ക് കഴിക്കാൻ എന്തൊരു സുഖം. ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടാ? കേക്ക് പൊത്തിപ്പിടിച്ചോ, പതിനെത്തണ ചാൻസ് ഉണ്ട്. നോ, ഞാൻ കഷ്ടപ്പെട്ട് ഒന്നും കൊണ്ടുവന്നു. പക്ഷെ അത് പതിനഞ്ചിന് അറിയില്ലല്ലോ. അതെ, അത് ശരിയാ. ഞാനൊന്ന് കണ്ടു, മറ്റേ ഞണ്ട് പരുന്ന് വന്ന് കുത്തി എടുത്തിട്ട് പോകുന്നേ. അതെ. അയ്യോ, അത് ചേച്ചിയുടെ കീറ്റിലൊന്നും കണ്ടില്ല. കീറ്റിലൊന്നും കണ്ടില്ല. ഈ കത്തി എല്ലാവർക്കും തെറ്റിപ്പോവും. ക്രിസ്മസിനൊക്കെ കഴിക്കാൻ പറ്റിയ കേക്ക് അല്ലേ? അതെ അതെ അതെ, നല്ല കേക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല ടേസ്റ്റടാ. കപ്പ് കേക്ക് കിട്ടൂലേ, അതിന്റെ വലിയ കേക്ക്. ഒരു ഗീ കേക്കിന്റെ ഒക്കെ ടേസ്റ്റ് അല്ലേ? ബട്ടർ കേക്ക്. ബട്ടർ കേക്ക്. നീ വീട്ടിൽ അമ്മേനെ സഹായിച്ചൊക്കെ കൊടുക്കോ? ഞാനോ? കണ്ടു പഠിക്കുമാളൂ. നല്ല ചെയ്യും. ചെയ്യാനായിട്ട് അമ്മ കുക്ക് ചെയ്യുന്നൊക്കെ നോക്കി നിക്കും. പിന്നെ അമ്മ ഇങ്ങനെ 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 ആക്കി കൊടുക്കാൻ. നോക്കി നിൽക്കാൻ അവക്കും പറ്റൂ. ഞാൻ ചെയ്തൊക്കെ കൊടുക്കും, അരിഞ്ഞു കൊടുക്കും. ഞാൻ ചെയ്യത്തില്ലേ? ചെയ്യിപ്പിക്കണതാണ് ഞാൻ. അടിക്കുന്നില്ല, വടിയെടുത്ത് അടിക്കുന്നില്ല എന്ന് മാത്രമേ. ചേച്ചി കയ്യോ, ഞാൻ കിണ്ടി തരാം, ഞാൻ ഇളക്കി തരാം, ഞാൻ ചെയ്തു തരാം, ഞാൻ അരിഞ്ഞു തരാം എന്ന് ഞാൻ പറയാറില്ലേ. എന്നിട്ട് കൊണ്ടുവച്ചിട്ട് ചേച്ചി ഇന്ന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വേണം എന്ന് ഞാൻ ചോദിക്കാറില്ലേ. കുറ്റം പറയല്ലേ. ആ, വേൾഡ് വാർ ഉണ്ടാക്കും കണ്ടുന്നോ. ആകെ അറിയണ പണി എന്താന്നറിയാം. ആഹാ, തുടങ്ങി. ഞാന് പിന്നെ പൊങ്കാല ഇടാൻ പോകുമ്പോഴാണ് ഇതുപോലെ ഇങ്ങനെ പുക അടിക്കുന്ന ഇത്. നമ്മളൊക്കെ നിക്കണ നോക്കി, നമുക്കൊന്നും ഒരു പ്രശ്നമില്ല. അയ്യോ, ഞങ്ങൾക്കൊന്നും കണ്ണീന്ന് വെള്ളം വരുന്നത്, ഞങ്ങക്ക് കണ്ണേ ഇല്ല. എനിക്കുണ്ട് കണ്ണ്. എന്നാ ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ. ഞാൻ മാളു ചെയ്യുന്ന പണി എന്താന്ന് പറഞ്ഞില്ലല്ലോ. വേണ്ട. എന്ത് ചെയ്യണേ? മാളു ചെയ്യുന്ന പണി എന്താന്ന് വെച്ചാ, വെളുത്തുള്ളി കുനു 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 കുനാ. ഇനി ആർക്കും അതിനേക്കാളും ചെറുത് അറിയാൻ പറ്റും. ചേച്ചിക്ക് അറിയാൻ പറ്റുമോ? ഒന്നിലും ഞാൻ ചേച്ചി ആ ട്രിക്ക് ആരാ പഠിപ്പിച്ചു തന്നെ? അതൊക്കെ നീ തന്നെ പഠിപ്പിച്ചേ. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് അറിയാനൊക്കെ പറ്റും, പക്ഷെ എനിക്ക് ഇഷ്ടല്ല, ക്ഷമയില്ല എനിക്ക്. ഞാൻ കിണ്ടി തരാന്നുണ്ട. കിണ്ടണം. എടാ, ഞാൻ അങ്ങനെ പറയാ, ഞാൻ എല്ലാണ്ട് കിണ്ടി ഇളക്കി തന്നെ കൊടുക്കും. കിണ്ടി ആ വാക്കല്ലാണ്ട് പോണില്ല. വിട്. ഉപ്പ് ഉപ്പുണ്ടാ നോക്കിയേ. നിന്റെ കയ്യിൽ ഇട്ട് തന്ന ശീലം കൊണ്ട് അവിടെ ഇട്ട് കൊടുത്തതാ പാവം. ഇത്തിരി കൂടി വേണം, കാരണം അത്രയും മീൻ കഴിക്കണോണ്ട്. ഉപ്പ് വേണം.
ഉള്ളിയുടെ ടേസ്റ്റ് ആണ് പൊങ്ങി നിക്കുന്നത്. മുളക് വേറെ ചേർക്കത്തില്ല ഇല്ല? ഇല്ല, അതിൽ ഓൾറെഡി ഉണ്ടല്ലേ? ഇതിലുണ്ടല്ലോ, ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതെപ്പോ എന്തിനാ? അത് പുളിവെള്ളം. ഇപ്പൊ ടേസ്റ്റ് നോക്കിയാ മാളു. മാളുവേ, ഈ വെള്ളം കളഞ്ഞിട്ട് വേറെ കുറച്ച് വെള്ളം എടുത്തുണ്ടാ, ഒരുപാടൊന്നും വേണ്ട. നീ ഒരു കാര്യം ചെയ്യോ, ഞാൻ അവിടെ അപ്പുറത്ത് വാഴല ഇത് വാട്ടി വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വരും. നീ നോക്കിയായിരുന്നാ മാളു? നോക്കി നോക്കി. ഓക്കെ അല്ലേ? കഴിച്ച് നോക്കി നോക്ക്. എനിക്കിഷ്ടായി. ഇത്രയും മതിയോ നോക്ക് വെള്ളം? ഞാൻ മതി. ആ ഉള്ളിയുടെ മധുരവും ഒക്കെ കറക്റ്റ്. മാളുവിനെ ഒരു കാര്യം ചെയ്യണം. പറ. ഇതെടുത്ത് അതിൽ പെട്ടണോ? അല്ല, ഉരുളി എടുത്തിട്ടുണ്ട്, കട്ടിയുള്ള ഉരുളി, കട്ടിയുള്ളത്, ഏറ്റവും കട്ടിയുള്ളത് കേട്ടോ. താഴെ വെച്ചോ. ഇത് മാറ്റിയിട്ട് എടാ മാളു, ഒരു തളത്തുണിയും കൂടി എടുത്തുണ്ടോ, എന്നാലേ ഇത് മാറ്റാൻ പറ്റുള്ളൂ. പുളി വേണ ഈ വേണ്ടി വരുമെന്ന് വെച്ചിട്ടാ വെള്ളം എടുത്ത്. അടുത്ത മണി എടുക്കാൻ പോയ ആളെ കണ്ടില്ല, നോക്കിട്ടെ. ആ ഇതിങ്ങോട്ട് വെക്കണോ? ഇത് ഇങ്ങോട്ട് വെക്കണം. ഏത് ഉരുളി എടുത്ത് മേളിലും വെക്കണം. വെപ്രാളം വേണ്ട, തണുത്തിട്ട് നോക്കിക്കോ. പുളി നോക്കിക്കോ. ഓ, പുളി നോക്കാനാ? ഞാൻ എടുത്ത് മാറ്റാനായിരിക്കും. ഉപ്പ് നോക്കണേ. സൂപ്പർ. ഓക്കെ അല്ലേ? ഇത്ര പുളി മതിയല്ല? ഉപ്പ് നിങ്ങളാരും പറഞ്ഞില്ല. നിങ്ങളാരും പുളിന്റെ ഇതുണ്ടാവും, ഉപ്പിന്റെ അത്. മാറ്റിക്കോ മോളെ. ഇവിടെ വെച്ചാൽ മതി. അവിടെ വെക്കാൻ. ഇവിടെ വെച്ചോ. എവിടെയാ? എന്നാ അവിടെ വെച്ചോ, അപ്പുറത്തേക്ക് വെച്ചോ. എണ്ണ ഉണ്ടോ? എണ്ണ വെച്ചോ ഇനി? മാള് പോയിട്ട് എണ്ണ എടുത്തോണ്ട് വരും. ഒരുപാട് വേണ്ട, വീഴല്ലേ, ഒരുപാട് വേണ്ട. ഇതാ അവിടെ വെച്ചോ, അവിടെ വെച്ചോ. ചെയ്യണം. ഒന്നത്തെ ഒഴിച്ചോ. ഫുൾ ഒഴിക്കട്ടെ? ഫുള്ള് വേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. നോക്ക്. മതി. മതിയോ? നാര് വേണ്ടേ? ആരൊക്കെ ഉണ്ട്? എന്തൊക്കെ ആരൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചു. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചു? എന്ത് വിചാരിച്ച മോളെ എന്നെ പറ്റി? സരിത പൊളിയല്ലേ? മാറി നിന്ന് കെട്ടിക്കോ. നാരെവിടെ? നാരിതാ ഇതിനടിയിലിരിക്കുന്നില്ലേ? അതന്നെ അതെ. വെച്ചോ, ഇവിടെ വെച്ചിട്ട് മുറിയിടോ? ഇനി മുറിക്കണോ? ഇത് ഫുള്ളോടെ കെട്ടതല്ല.
പിന്നെ ഇത് മുറിക്കോ? അല്ല ഇത് ഫുള്ളോടെ കെട്ടാനല്ലോ. രണ്ടും കൂടി ഇടിയാവോ? അല്ല ഇത് ഫുള്ളോടെ കെട്ടാനല്ലോ. ചുറ്റി കെട്ടിക്കോ. ഇത് ഒരുമിച്ചല്ലേ കെട്ടുന്നേ? ഇനിയുണ്ടോ ഇതേപോലത്തെ കുറെ? ഉണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് മറ്റേ നെറുകനെയും കുറുകനെയും കെട്ടാ ഇല്ലാട്ടാ. നെറുകനെയും കുറുകനെയും എങ്ങനെയെങ്കിലും കെട്ടും. നെറുകിനെയും കുലുക്കിനെയും അങ്ങനെയല്ല, ഇങ്ങനെയും അതും കൂടെ ചേർത്തല്ലേ കെട്ടിയേ? ഞാനല്ലേ പറഞ്ഞ നെറുകനെയും കുറുകനെയും വെക്കാൻ ഇല്ലാന്ന്. അതിന്ന് ഒത്തിരി നാരെടുത്തിട്ട് കേട്ടാ. ഇത് ഇളകിപ്പോ വഴക്കന്നെ കിട്ടും എനിക്ക്. ഇളകി പോയോ ഞാൻ പറഞ്ഞു നെറുകനെയും കുറുകനെയും കെട്ടാ ഇല്ല. കെട്ടിക്കോ. ഉണ്ട്. നീ ഒന്നും കൂടെ എടുത്തിട്ട് വരോ? വന്നേ ഇതേ ഉണ്ട് മാളു. ഇതേ അടിയിൽ വാഴയിലേക്ക് ഉണ്ട്. വാഴയിലല്ല, വാഴയിലുണ്ട്. അത് ഞാൻ കണ്ട്. മറ്റേ എന്തെന്നാ ഇല്ല, ഓല. ഓല എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഓ അങ്ങനെ ഇങ്ങനെയല്ലേ? ഇറക്കിക്കോ. പൊട്ടല്ലേ? ഇറക്കിയാ പൊട്ടും. നിനക്ക് ചേച്ചിയുടെ നിന്നും പൊട്ടും. ഒരെണ്ണം പോലും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. വി ആർ വെയിറ്റിംഗ് ഫോർ യു. ഇതെവിടെ വെക്കും? അതില് തന്നെ വെക്കാം. വെച്ചോ. വെച്ചോളാം. സൈഡ് വയ്ക്കട്ടെ? സൈഡ് വെച്ചോ. ചീനച്ചട്ടി ചൂടായില്ലല്ലേ? ഇതിനെ രണ്ടായിട്ട് കീറട്ടെ. എടാ നീ അമ്മയെ വിളിച്ച് പറഞ്ഞാണ് എത്തിന്നുള്ളത്? ഞാൻ പറഞ്ഞു. നിങ്ങളില്ലടാ. അയ്യോ എത്തുന്നില്ല. നീളം ഇല്ലാത്തോണ്ട് കിട്ടുന്നില്ല. അതല്ല, ഇത് കട്ടി ഉള്ള വളയുന്നില്ല. അപ്പൊ അത് കീറിക്ക രണ്ടായിട്ട്. ഇതെന്തായത്? എനിക്ക് കഴിഞ്ഞ അതെ അവിടെ കഴിഞ്ഞു. അതിലാക്കി അവിടെ കെട്ടിത്തിടകിയ. അത്രയും കെട്ടാനായിട്ട് നീളമുണ്ട്. ഈ മുറുക്കുന്നുണ്ട്. നമ്മളെ വലുതായിട്ട് മുറുക്കിയില്ല. നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ അങ്ങനെ കെട്ടി മുറുക്കൊന്നും വേണ്ടാന്ന്. മുറുക്കിയില്ല അവള് പറഞ്ഞയാ. മുറുക്കിയാ ചിലപ്പോ പൊട്ടിപ്പോയാൽ. ഇങ്ങനെ കെട്ടിക്കോ. അയ്യോ അത് ഇതായി. ഓലയില കീറി പോയട്ടോ വാഴയില. ഓലയിലും കീറി. നീ ഇപ്പുറത്തെ ഇത് വെച്ചാലോ? ഇത് പിടിച്ചേ. ഞാൻ തീ കൂട്ടി വെച്ചോ മാളു? കൂട്ടി വെക്കുന്ന സ്റ്റവ് ഇല്ല. കൂട്ടി വെക്കാൻ സ്റ്റവ്. തീ വന്നു. വന്നു തുടങ്ങി. പ്ലീസ് താങ്ക് യു. ഇവിടെ അടുപ്പും കത്തിച്ചോണ്ട് നിന്നോളാം. നിങ്ങൾ പോയി ടേബിളൊക്കെ സെറ്റ് ചെയ്തോ. അവിടെ നിൽക്കണ്ട, എസ്കേപ്പ് ആവാം. അമ്മേ
കിടിലം വേണം. നീ അധികം കഴിക്കുക എന്നിട്ട് അഭിപ്രായം അറിയണം. വേറെ ആൾ കഴിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതെ. സൂപ്പർ. ഇഷ്ടായ? സമാധാനം. നല്ല ചൂട്. എന്റെ അടിയിൽ ഇരുന്നോണ്ടാന്ന് തോന്നുന്നു ഭയങ്കര ചൂട്. അതെ. അയ്യോ, നിനക്ക് ചൂടാ? ഭയങ്കര ചൂട്. ചൂടല്ല, അത് ഏറ്റവും മേളിൽ ഇരുന്നോണ്ടാന്ന് തോന്നുന്നു. എടുക്കാൻ പറ്റിയ ചേച്ചിക്ക്? അത് അടുപ്പും കൂട്ടി കഴിയണം. കൊള്ളാമളൂ. അടിപൊളി. മസാല അടിപൊളി. നിന്റെ മുട്ട എണ്ണി തരണേന്ന് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എനിക്ക് മുട്ട കിട്ടി. മുട്ടയൊക്കെ ഉണ്ടല്ലോ. നീ മുട്ട അല്ലേ? നിനക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്, തരാട്ടാ. നീ മുട്ട തന്നെയല്ലേ പരു എന്ന് പറയണത്? എന്നെക്കാള് ഇഷ്ടം അമ്മയ്ക്ക. ഹോട്ടലിലൊക്കെ പോയി പൊളിച്ച് കഴിച്ച് ഇത്ര ടേസ്റ്റ് കിട്ടുമോ? ഭയങ്കര ഇഷ്ടമില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഓ, അപ്പോ ചൂടെടുക്കില്ല. എന്തിനാണോ അത്രയും ചൂട്? എരിവും ആവശ്യത്തിനേ ഉള്ളൂ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മസാല ഒരു രക്ഷയില്ലാത്ത മസാല. മസാല സൂപ്പർ മസാല. സൂപ്പർ. മുട്ട 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 വലിയ ടേസ്റ്റ് ഇല്ല. ഇഷ്ടപ്പെടില്ല. ചെറിയൊരു കയ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതാ വയറിന്റെ ഭാഗത്തെ ചില മീനുകൾക്ക് അങ്ങനെ കയ്പ് വരും. പ്രത്യേകിച്ച് ഈ കായൽ മീന്. അരപ്പും മുളകും. ചോറെടുക്കാൻ തോന്നല്ല. നീ കൊറേ നാളായില്ലേ നല്ല ഭക്ഷണം കഴിച്ചിട്ട്? ഇപ്പൊ മനസ്സിലാതല്ലേ ആലോചിച്ചത്? അവള് പാവം ഡൽഹി പോയിട്ടേ പട്ടിണിയായിരുന്നു. എന്തായാലും എനിക്കും ട്രൈ ചെയ്യാൻ പറ്റിയല്ലോ. നല്ല ഫുഡ്. മസാല ആ പുളിയുടെ ടേസ്റ്റ്